നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇവിടെ 1 മുതൽ 80 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നമ്മൾ നോം എക്സ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എക്സ് ആണ്. ഈ കണ്ടീഷൻ യു മൈനസ് വിക്ക് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കിട്ടുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ഡൊമെയിനാണ് ചോദിച്ചുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണുന്നതിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് ഓപ്ഷൻ ബി എന്ന് പറയുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണെന്ന് കിട്ടും. സ്ഫിയറിൻ്റെ റേഡിയസ് 100, ഇതും പിന്നെ ഡിസ്റ്റൻസിൻ്റെ ഫോർമുല യൂസ് ചെയ്താൽ മതി. ദെൻ ആംഗിൾ ബിറ്റ്വീൻ നോർമൽ അറ്റ് ദ ടു എക്സ്ട്രീം ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത് π/2 ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആർക്ക് ലെങ്ത് ഓഫ് ദ പാരാമെട്രിക് കർവാണ് ചോദിച്ചത്. അപ്പോൾ എക്സ് തന്നിട്ടുണ്ട്, വൈ തന്നിട്ടുണ്ട്. എക്സ് ഡാഷ് കാണുക, വൈ ഡാഷ് കാണുക. എക്സ് ഡാഷ് കിട്ടുന്നത് ഐ തിങ്ക് ടി കോസ് ടി ആയിരിക്കും. ദെൻ വൈ ഡാഷ് എന്ന് പറയുന്നത് മൈനസ് ടി സൈൻ ടി, ഈ രീതിയിലായിരിക്കും കിട്ടുക. എന്നിട്ട് റൂട്ട് ഓഫ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ 0 to π എക്സ് ഡാഷ് സ്ക്വയർ പ്ലസ് വൈ ഡാഷ് സ്ക്വയർ ഡി എക്സ് ചെയ്താൽ മതി. ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വാല്യൂ ഓഫ് ദ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഏഴാമത്തേത് കണ്ടീഷണൽ പ്രോബബിലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. കണ്ടീഷണൽ പ്രോബബിലിറ്റീൻ്റെ ഇക്വേഷൻ പി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി ആണ്. ഇതിൽ ആദ്യം പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കാണണം. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമ്മുടെ കാണുന്നത് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ആദ്യം പി ഓഫ് എ ഇൻ്റർസെക്ഷൻ കാണുക. അതിനുശേഷം കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് കിട്ടും. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് വൈ ആണെങ്കിൽ നമ്മൾ എഫ് ഓഫ് എക്സിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് എ എക്സ് ഫോം ആയിരിക്കും ഫോർ ഓൾ എക്സ് ഇൻ ആർ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മൾക്ക് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് കിട്ടും. ഇവിടെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ എൻ്റെ ഡി വന്നിട്ടില്ല. അപ്പോൾ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ദെൻ പത്താമത്തെ ദ വാല്യൂ ഓഫ് ദ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കിട്ടുക. 11ാമത്തേതിൻ്റെ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫോൾസ് ആണ്. ഒന്നാമത്തേത് കറക്റ്റ് ആണ്. രണ്ടാമത്തെ അൺകൗണ്ടബിൾ സെറ്റ് വിത്ത് മെഷർ 0 ക്യാൻഡർ സെറ്റ് ആണ്. ഓപ്ഷൻ സി ആണ് അവിടെ റോങ് വരുന്നത്. റൈമാൻ ഇൻ്റഗ്രബിൾ ബൗണ്ടഡ് റൈമാൻ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻ ലബേക്ക് ഇൻ്റഗ്രബിൾ ആവണമെന്നില്ല. ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എപ്പോഴും മെഷറബിൾ ആണ്. ദെൻ മാക്സിമം നമ്പർ ഓഫ് ഫിക്സഡ് പോയിൻറ്റ്സ് ഓഫ് നോൺ ഐഡൻറ്റിറ്റി മൊബിയസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് 2 ആണ്. ദെൻ 13ാമത്തേത് ഓപ്ഷൻ ഡി ആണ്. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഏതാണ് സിംഗുലർ പോയിൻ്റ് എന്നാണ് ചോദിക്കുന്നത്. കോസെഡ് മൈനസ് 1/z². അപ്പോൾ സെഡ് ഈക്വൽ ടു 0 കൊടുത്താൽ 0/0 ഫോം വരും. ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. അപ്പോൾ പോളല്ല വരുന്നത്. ദെൻ ലിമിറ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ലിമിറ്റ് നമ്മൾ കൊടുക്കുമ്പോൾ എൽ ഹോസ്പിറ്റൽ റൂളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഓപ്ഷൻ ഡി, അതായത് അതിനൊരു ലിമിറ്റ് 2 തവണ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ റിമൂവബിൾ സിംഗുലാരിറ്റി ആണ് ഓപ്ഷൻ ആൻസർ എന്ന് കിട്ടും. ഇനി 14ാമത്തെ ഗാമ ബി എ ക്ലോസ്ഡ് കർവ് ആൻഡ് എ ആൻഡ് ബി എനി 2 പോയിൻറ്റ്സ് ലൈൻ ഇൻസൈഡ് ഗാമേൻ്റെ ഉള്ളിലാണ് എയും ബിയും ഉള്ളത്. അപ്പോൾ നമ്മൾക്ക് വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ z മൈനസ് എ ഇൻറ്റു z മൈനസ് ബി ഡി z ആണ് കാണേണ്ടത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ 0 ആണ് വരിക. അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾക്ക് വരുന്നത് 2πi ഇൻറ്റു ഒന്നാമത്തതിൻ്റെ വരുന്നത് z ഈക്വൽ ടു എ കൊടുത്താലുള്ള z ഈക്വൽ ടു എ കൊടുത്താൽ 1/a മൈനസ് ബി പ്ലസ് അടുത്തത് അതുപോലെ വരും 1/b മൈനസ് എ. ഇതിൻ്റെ വാല്യൂ ഉള്ളിൽ നെഗറ്റീവ് ആണ് വരുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് 0 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 15ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓർഡർ 12 ഉള്ളതിന് എപ്പോഴും സബ് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 2 ഉണ്ടായിരിക്കും. ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഓർഡർ 6 ഇൻ S4 എന്ന് പറയുന്നത് 0 ആണ്. 17ാമത്തേൻ്റെ ആൻസർ എന്ന് പറയുന്നത് S3 സിമ്പിൾ ആണെന്നുള്ളതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ. ഇനി 18ാമത്തേൻ്റെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ദ സെറ്റ് ഓഫ് ഓൾ എക്സ് ഇൻ ജി സച്ച് ദാറ്റ് x² ഈക്വൽ ടു എക്സ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എലമെൻ്റ് ആണ് ഉള്ളത് അവിടെ. ദെൻ 19ാമത്തെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്. 20ാമത്തേത് നമ്മൾക്ക് ഓപ്ഷൻ സി ആണ്. ജി എന്ന് പറയുന്നത് മാക്സിമൽ ഐഡിയൽ ആയിരിക്കും, പക്ഷേ ഐ എന്ന് പറയുന്നത് മാക്സിമൽ ഐഡിയൽ അല്ല.
ഇനി 21ാമത്തെ സ്പ്ലിറ്റിംഗ് ഫീൽഡ് അല്ലാത്തത് ഓപ്ഷൻ എ ആണ്. ഇനി 22ാമത്തത് ഫോർ വിച്ച് വാല്യൂ ഓഫ് എ ദ സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റൻറ്റ്. അപ്പോൾ നമ്മൾക്ക് ഒന്നിക്കൽ ഡിറ്റർമിനൻ്റ് വെച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഡിറ്റർമിനൻ്റ് 1 2 2 എ ഈക്വൽ ടു 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഇംപ്ലൈസ് എ മൈനസ് 4 ഈക്വൽ ടു 0. ഇതിൽ നിന്ന് എ ഈക്വൽ ടു 4 എന്ന് കിട്ടും. ദർഫോർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇൻകൺസിസ്റ്റൻ്റ് ആണെങ്കിൽ ഡിറ്റർമിനൻ്റ് 0 ആയിരിക്കും. ഇനി 21ാമത്തെ എ ഓർത്തോഗണൽ ആണെങ്കിൽ നമ്മൾക്ക് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് കിട്ടും. കാരണം എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി. ഈ രീതിയിലാണ് ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ കണ്ടീഷൻ. അപ്പോൾ അവിടെ പ്രോപ്പർട്ടി തന്നെയുണ്ട്. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസിന് ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ് മിനിമൽ പോളിനോമിയൽ ഓഫ് ദ മെട്രിക്സ് എക്സ് റേസ് ടു 13 മൈനസ് എക്സ് പ്ലസ് 1 തന്നിട്ടുണ്ട്. ഇത് മിനിമൽ പോളിനോമിയൽ ആണെങ്കിൽ എ റേസ് ടു 13 മൈനസ് എ പ്ലസ് ഐ എന്ന് പറയുന്നത് 0 ആയിരിക്കും. മിനിമൽ പോളിനോമിയലിൻ്റെ കണ്ടീഷനാണ്. ഇനി എ റേസ് ടു 13 എന്ന് പറയുന്നത് എ മൈനസ് ഐ ആണ്. ഇതിൽ നിന്നും എ റേസ് ടു 14 ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് എ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഓപ്ഷൻ സി. ഇനി 25ാമത്തെ ട്രേസ് 5ഉം ഡിറ്റർമിനൻ്റ് 6ഉം തന്നിട്ടുണ്ട്. ഏതാണ് ഏഗൻ വാല്യൂ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2/2 മെട്രിക്സ് ആണ്. ഇപ്പോൾ എക്സും വൈ ആണ് ഏഗൻ വാല്യൂ എങ്കിൽ രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ ട്രേസ് കിട്ടും, മൾട്ടിപ്ലൈ ചെയ്താൽ ഡിറ്റർമിനൻ്റ് കിട്ടും എന്നിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന നമ്പേഴ്സ് നോക്കിയാൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 26ാമത്തെ ഡയമെൻഷൻ ഓഫ് സ്പേസ് ഓഫ് ഓൾ n/n സിമെട്രിക് മെട്രിക്സ്. n/n സിമെട്രിക് മെട്രിക്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് n × n+1/2 ആണ് വരിക. അതിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട് ഡയഗണൽ എലമെൻറ്റ്സ് ഒക്കെ 0 ആണ്, അതായത് n എലമെൻറ്റ്സ് 0. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് n അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഇത് സിംപ്ലിഫൈ ചെയ്താൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ കിട്ടുക. ഇനി 27ാമത്തെ വി ബി സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഓഫ് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ അതിൻ്റെ ബേസിസ് എലമെൻറ്റ്സ് 1x ആണ്. ഇനി 1 മാപ്പ് ചെയ്യുന്നത് ഏതിലേക്കാണ് നോക്കുക. 1 മാപ്പ് ചെയ്യുന്നത് പി ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയറിലേക്കാണ്. എക്സ് മാപ്പ് ചെയ്യുന്നത് 1 പ്ലസ് പി ഓഫ് 2 എന്ന് പറയുന്നത് 2x വരും. 2x പ്ലസ് 0. എക്സ് സ്ക്വയർ മാപ്പ് ചെയ്യുന്നത് ഇതുപോലെ 1 പ്ലസ് 4x പ്ലസ് 0. ഇനി ഇതിനെ മെട്രിക്സ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്താൽ 1 1 1 ദെൻ 1 2 0 1 4 0. ഇതിൻ്റെ ട്രേസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ട്രേസ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എൻട്രീസിൻ്റെ സമ്മാണ് ഈക്വൽ ടു 3. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 28ാമത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. എ ഡിവൈഡ് ബി സി ആൻഡ് എ ഡിവൈഡ് എ സി. ഇത് നമ്മൾ ഓരോ നമ്പേഴ്സ് വെച്ച് കൊടുത്താൽ മതി. ഇവിടെ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് നമുക്ക് 3 ഡിവൈഡ്സ് 3 × 4 എന്ന് പറയാം. ഈ 3നെ എ ആയിട്ടും 4നെ ബി ആയിട്ടും കൺസിഡർ ചെയ്താൽ 3നെ ബി ആയിട്ടും 4നെ സി ആയിട്ട് കൺസിഡർ ചെയ്താൽ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണെന്ന് കിട്ടും. അതുപോലെ എ ഡിവൈഡ് സി ആൻഡ് ബി ഡിവൈഡ് സി. നമ്മൾക്കറിയാം 3 ഡിവൈഡ്സ് 6 ആൻഡ് 6 ഡിവൈഡ് 6. ഇതിൽ നിന്ന് എ ബി ഡിവൈഡ് 6 എന്നുള്ള കണ്ടീഷൻ കിട്ടില്ല, അതായത് 18 ഡസ് നോട്ട് ഡിവൈഡ് 6. ഈ രീതിയിൽ നമുക്ക് ഓപ്ഷൻസ് എടുത്തിട്ട് ചെയ്ത് നോക്കാൻ പറ്റും. ഇനി 29ാമത്തെ ഓയിലർ-ടോഷ്യൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. 5⁻78 ഡിവൈഡഡ് ബൈ 12. ഇത് കണ്ടീഷൻ യൂസ് ചെയ്താൽ നമ്മൾക്ക് 12ൻ്റെയും 5ൻ്റെയും GCD 1 ആയതുകൊണ്ട് നമുക്ക് ഓയിലർ-ഫെർമാറ്റ്സ് തിയറം യൂസ് ചെയ്യുക. അതായത് 5⁵ of 12 കോൺഗ്രുവൻറ്റ് ടു 1 mod 12. ഈ കണ്ടീഷൻ പ്രകാരം നമുക്ക് ഇതിൻ്റെ GCD ഇവിടെ വരുന്ന ഒരു വാല്യൂ കിട്ടും. ഇതിന് നമ്മൾ 78ലേക്ക് കൺവേർട്ട് ചെയ്താൽ നമുക്ക് ഇവിടെ 5² കിട്ടും ലാസ്റ്റ്. അതായത് 5⁻78 കോൺഗ്രുവൻറ്റ് ടു 5² mod 12 എന്ന് കിട്ടും. ഇനി 5² എന്ന് പറയുന്നത് 5² എന്ന് പറഞ്ഞാൽ 25 കോൺഗ്രുവൻറ്റ് ടു 1 mod 12 ആണ്. കാരണം 24നെ 12 ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ റിമൈൻഡർ വരുന്നത് 1 ആയിരിക്കും, അതായത് ഓപ്ഷൻ ബി. ഇനി 30ാമത്തെ ഇൻ്റഗ്രൽ കർവ് ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്. അപ്പോൾ ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുക ചെയ്യുന്നത് ഈ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചിട്ട് സോൾവ് ചെയ്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കിട്ടുക. അപ്പോൾ dy/dx പ്ലസ് പി എക്സ് ഈക്വൽ ടു ക്യൂ. ഈ ഇക്വേഷൻ്റെ ഫോമിലാണുള്ളത്. ഇതിൻ്റെ സൊല്യൂഷൻ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ e⁻⁻ pdx കണ്ടിട്ട് സൊല്യൂഷൻ y ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ക്യൂ ഇൻറ്റു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ പ്ലസ്
സി ഈ ഒരു ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ എന്ന് കിട്ടും. ഇനി 31ാമത്തെ അറ്റ് ഈച്ച് പോയിന്റ് എക്സ് വൈ, ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ദെൻ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെൻറ്റിംഗ് ഫാമിലി ഓഫ് കർവ്സ്. ഇതിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ സെഡിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതാണ് പി എന്ന് പറയുന്നത്. പി എന്ന് പറയുന്നത് 2 ടൈംസ് എക്സ് മൈനസ് എ എന്ന് പറയും. അതുപോലെ സെഡ് വൈ അതാണ് ക്യൂ എന്ന് പറയുന്നത് 2 ടൈംസ് വൈ മൈനസ് ബി കിട്ടും. ഇനി പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇതിൽ ഓപ്ഷൻസ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ കണ്ടാൽ 4 ടൈംസ് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ, അതാണ് സെഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 4z. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി കംപ്ലീറ്റ് സൊല്യൂഷൻ ഓഫ് പി ക്യൂ പ്ലസ് ക്യൂ എക്സ് ഈക്വൽ ടു വൈ. അപ്പോൾ ഡി എക്സ് ബൈ പി ഈക്വൽ ടു ഡി വൈ ബൈ ക്യൂ ഈക്വൽ ടു ഡി സെഡ് ബൈ ആർ. ഈ ഒരു കണ്ടീഷൻ യൂസ് ചെയ്താൽ നമുക്ക് 31ാമത്തേൻ്റെ ആൻസർ ബി ആണെന്ന് കിട്ടും. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ യു എക്സ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ യു വൈ വൈ ഈക്വൽ ടു 0. ഇതിൻ്റെ ആർ എന്ന് പറയുന്നത് 1 ആണ്, എസ് എന്ന് പറയുന്നത് 0 ആണ്, ടി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ വൈ ആണ്. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാണാൻ വേണ്ടി നമ്മൾ ആദ്യം ആർ ലാംഡ സ്ക്വയർ പ്ലസ് എസ് ലാംഡ പ്ലസ് ടി ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്തിട്ട് ലാംഡേൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് ലാംഡ സ്ക്വയർ മൈനസ് എസിൻ്റെ വാല്യൂ 0 ആണ്, എക്സ് സ്ക്വയർ വൈ ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ലാംഡ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എക്സ് റൂട്ട് വൈ എന്ന് കിട്ടും. ദെൻ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ലാംഡ ഈക്വൽ ടു 0 സോൾവ് ചെയ്യാം. 2 വാല്യൂ ഉണ്ട്, ലാംഡ 1ഉം ലാംഡ 2ഉം കിട്ടും. അതിൽ നിന്ന് സോൾവ് ചെയ്താൽ നമുക്ക് എ ആണ് ആൻസർ കിട്ടുക. കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ ഇ ടിയും സി ടി ആയിട്ട് എടുക്കുന്നത്. ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ടോപ്പോളജി ഡി എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് മെട്രിക് ആണ്, ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ആണത്. 36ാമത്തെ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ ആണ് ചോദിക്കുന്നത്. ഇവിടെ ഓൺലി വൺ, ഫസ്റ്റ് കോഫൈനൈറ്റ് ടോപ്പോളജിക്കൽ സ്പേസ് മാത്രമാണ് സെപ്പറബിൾ. ഇനി 37ാമത്തത് ജി മാത്രമാണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ വരിക. ഇനി 38ാമത്തത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ എന്ന് ചോദിക്കുന്നത്. ഇവിടെ തന്ന ഫംഗ്ഷൻ എഫ് ആണ് ഇൻജക്റ്റീവ്, പക്ഷേ ഓൺ ടു അല്ല, സർജക്റ്റീവ് അല്ല. ഇനി 39ാമത്തേൽ വിച്ച് ഓഫ് ദ സീരീസ് ഈസ് കൺവേർജൻറ്റ്, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി 40ാമത്തെയും സ്റ്റാൻഡേർഡ് ആണ്, എക്സ് വൈ ബിലോങ്സ് ടു h1 ഓഫ് ടി എക്സ് ടി വൈ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരിക. ഇനി 41ാമത്തത് ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ് വരുന്നത്. ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് 1 തന്നെ കിട്ടും, ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ഇനി 42ാമത്തത് ഡിനോമിനേറ്റർ 1 പ്ലസ് എക്സ് ഇൻറ്റു 1 പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് എടുത്തിട്ട് ന്യൂമറേറ്റർ സോൾവ് ചെയ്താൽ നമുക്ക് ന്യൂമറേറ്ററിൽ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ്, അതായത് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് 1 പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ, ഇത് സിംപ്ലിഫൈ ചെയ്താൽ ഓപ്ഷൻ സി കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടും. ഇനി 43ാമത്തെ ഏതൊക്കെ പോയിൻറ്റ്സ് ആണ് കൊലീനിയർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ലോപ്പ് വെച്ച് നോക്കിയാൽ മതി, ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ, സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. ഇനി 44ാമത്തതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. 45ാമത്തത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 46ാമത്തത് ഓപ്ഷൻ എ ആണ്. 47ാമത്തത് ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഇനി 48ാമത്തത് എ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ സീക്വൻസ് ഓഫ് എലമെൻറ്റ്സ് വിത്ത് ഡിജിറ്റ് 0 and 1, 0ഉം 1ഉം മാത്രമുള്ള സീക്വൻസ് ആണ് എ എന്ന് പറയുന്ന സെറ്റിലെങ്കിൽ അത് അൺകൗണ്ടബിൾ ആയിരിക്കും, ആ സെറ്റിൽ അൺകൗണ്ടബിൾ സെറ്റാണ് വരിക. 49ാമത്തെ സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ അതിൻ്റെ nth ലിമിറ്റ് 0യിലേക്ക് കൺവേർട്ട് ചെയ്യും. ദഫ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 50ാമത്തത് റീമാൻ ഇൻ്റഗ്രബിൾ റാഷണലും ഇറാഷണലും വെച്ചിട്ടാണ് തന്നിട്ടുള്ളത്, 0 ആണ് അതിൻ്റെ ആൻസർ വരിക. 51ാമത്തത് ഒമേഗ എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി, അപ്പോൾ 1 പ്ലസ് ഒമേഗ സ്ക്വയർ എന്ന് പറയുന്നത് സം ഓഫ് റൂട്ട്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇതിൽ നിന്ന് 1 പ്ലസ് ഒമേഗയ്ക്ക് പകരം ഒമേഗ സ്ക്വയർ മൈനസ് ഒമേഗ സ്ക്വയർ കൊടുത്താൽ മൈനസ് ഒമേഗ സ്ക്വയർ ഹോൾ റേസ് ടു 7 ആണ് കാണാൻ പറഞ്ഞത്, ദാറ്റ് ഈസ് മൈനസ് 2 ഒമേഗ സ്ക്വയർ ഹോൾ റേസ് ടു 7 ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ കണ്ടാൽ നമുക്ക് ആൻസർ ഓപ്ഷൻ ഡി ആണ് കിട്ടുക.
ദെൻ 52-ാമത്തത് കോഷി റൈമാൻ ഇക്വേഷൻ സീറോയിൽ മാത്രമാണ് സാറ്റിസ്ഫൈ ചെയ്യുക. മോഡ് സെറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് നമ്മൾക്ക് വരുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അതായത് യു എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും വി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ യു എക്സ് ഈക്വൽ ടു വി വൈ, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് സീറോയിൽ മാത്രമാണ്. ഇനി 53-ാമത്തെ എഫ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ആയിരിക്കും ഈ രീതിയിൽ ഡിഫൈൻ ചെയ്താൽ. അതായത് എഫ് സെറ്റ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ വാല്യൂവിനെക്കാട്ടി ചെറുതാണ് എപ്പോഴും. അങ്ങനെയാണെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി 54-ാമത്തേത് വാല്യൂ ഓഫ് 1/z മൈനസ് സെഡ് നോട്ട് ഇൻറ്റഗ്രൽ സെൻറ്റേർഡ്, അതായത് സെഡ് നോട്ടിലാണ് സെൻറ്റർ ആയിട്ടുള്ളത് വിത്ത് ഓഫ് എനി റേഡിയസ്. ദെൻ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2πi ആണ് വരിക. 2πi × 1 അതാണ് വരിക. ഇനി 56-ാമത്തെ വിച്ച് ഓഫ് ദ സെറ്റ് ഓഫ് ഓൾ n by n മെട്രിക്സ് ഓഫ് റിയൽ എൻട്രീസ് നോട്ട് എ ഗ്രൂപ്പ് അണ്ടർ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ബിക്കോസ് സിംഗുലർ മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടാവില്ല. മൾട്ടിപ്ലിക്കേറ്റ് അതായത് ഡിറ്റർമിനൻറ്റ് 0 ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് നമുക്ക് കാണാൻ പറ്റില്ല. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അഡ്ജോയിൻറ്റ് എ ബൈ ഡിറ്റർമിനൻറ്റ് എ ആണ്. അപ്പോൾ ഈ കേസിൽ ഇൻവേഴ്സ് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് 56-ാമത്തെ ഓർഡർ ഓഫ് എ 4 ആണ് തന്നിട്ടുണ്ട്. ഓർഡർ ഓഫ് ബി 2 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ എ ക്യൂബ് ബി എന്ന് പറയുന്നത് ബി എക്ക് ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് എ ബി. അപ്പോൾ നമ്മൾ എ ബി ഹോൾ സ്ക്വയർ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കുക. എ ബി ഹോൾ സ്ക്വയറിന് എ ബി ഇൻറ്റു എ ബി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇതിനെ നമ്മൾക്ക് മാറ്റി എ ഇൻറ്റു ബി എ ബി. ഇനി ബി എ എന്ന് പറയുന്നത് എ ക്യൂബ് ബിക്ക് ഈക്വൽ ആണ്. അപ്പോൾ എ ഇൻറ്റു എ ക്യൂബ് ബി ഇൻറ്റു ബി, ഇത് എ റേസ്റ്റ് 4 ഇൻറ്റു ബി സ്ക്വയർ ആവും. ഓർഡർ ഓഫ് എ 4 ആണ്. അപ്പോൾ എ റേസ്റ്റ് 4 എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ആണ്. ഓർഡർ ഓഫ് ബി 2 ആണ്. അപ്പോൾ ബി സ്ക്വയർ ഈക്വൽ ടു ഐഡൻറ്റിറ്റി ആണ്. അതായത് എ ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 1 വന്നു. എ ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ബിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഒന്നിക്കിൽ 2 വരിക. അപ്പോൾ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻഡിജർ സച്ച് ദാറ്റ് എ റേസ്റ്റ് എം ഈക്വൽ ടു ഐഡൻറ്റിറ്റി എന്നുള്ള രീതിയിൽ വന്നാൽ എ ബി സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ 2 ആണ് അതിൻ്റെ ഓർഡർ. ഇനി 57-ാമത്തെ എച്ച് കെൻ്റെ സബ് ഗ്രൂപ്പാണ്. ഓർഡർ ഓഫ് എച്ച് തന്നിട്ടുണ്ട് 24. ഓർഡർ ഓഫ് കെ തന്നിട്ടുണ്ട് 55. അങ്ങനെയാണെങ്കിൽ എച്ച് ഇൻ്റർസെക്ഷൻ ഓർഡർ ഓഫ് എച്ച് ഇൻ്റർസെക്ഷൻ കെ എന്ന് പറയുന്നത് നമ്മൾ ജി സി ഡി ആണ് എടുക്കുക. ജി സി ഡി ഓഫ് 24,55 അത് പറയുന്നത് 1 ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇനി 58-ാമത്തെ സെറ്റ് 24-ന് സെറ്റ് 8-ലേക്കാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഡിഫൈൻ ചെയ്യുന്ന ഒരേ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ 24-ലെ ഏതൊരു എലമെൻ്റ് എടുത്താലും 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡേഴ്സ്. കാരണം സെറ്റ് 8-ൽ 0 മുതൽ 7 വരെയുള്ളൂ. അപ്പോൾ സെറ്റ് 24-ൽ 0 മുതൽ 23 വരെയുണ്ട്. അപ്പോൾ ഏതെടുത്താലാണ് നമ്മൾ സെറ്റ് 8-ലേക്ക് മാപ്പ് ചെയ്യുന്നത് അതിൻ്റെ റിമൈൻഡറിലേക്കാണ്. അങ്ങനെയെങ്കിൽ കേർണൽ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റിയിലേക്ക് മാപ്പ് ചെയ്യുന്ന എലമെൻസിൻ്റെ കളക്ഷനാണ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ഇപ്പോൾ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇവിടെ 0 ആണ് സെറ്റ് 8-ൻ്റെ. അപ്പോൾ നോക്കുക അതിൽ പോകുന്ന എലമെൻറ്റ്സ് 0ലേക്ക്, അതായത് റിമൈൻഡേഴ്സ് 24-ലെ ഏതൊക്കെ എലമെൻറ്റ്സിന് 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 കിട്ടും നോക്കുക. അത് വരുന്നത് 0, 8, 16 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 59-ാമത്തേൻ്റെ എക്സ് സ്ക്വയർ ഈക്വൽ ടു എക്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആയിരിക്കും. ഇനി 60-ാമത്തേത് ഓപ്ഷൻ എ മാത്രമാണ് കറക്റ്റ് ആൻസർ. അതായത് റിംഗ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ഇൻ്റഗ്രൽ ഡൊമെയിൻ ആണ്. പക്ഷേ സെറ്റ് 6 എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഡൊമെയിൻ അല്ല. അതിന് 0 ഡിവൈസസ് ഉണ്ട്. 2ഉം 3ഉം എടുത്താൽ 2 × 3 എന്ന് പറഞ്ഞാൽ 0 ആണ് വരുന്നത്. അപ്പോൾ 0 ഡിവൈസസ് ഉള്ളതുകൊണ്ട് അത് ഇൻ്റഗ്രൽ ഡൊമെയിൻ അല്ല. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 61-ാമത്തേത് സെറ്റ് 4 ഐസോമോർഫിക് ടു സെറ്റ് 2 ക്രോസ് സെറ്റ് 2 അല്ല, അത് റോങ് ആണ്. പക്ഷേ സെറ്റ് 6 ഐസോമോർഫിക് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി മാത്രമാണ് അവിടെ എന്ത് വരുന്നത്, ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി എ ബി എ സ്ക്വയർ മെട്രിക്സ് ഹൂസ് ട്രാൻസ്പോസ് ഇസ് ഗിവൺ ബൈ എ ട്രാൻസ്പോസ്. അപ്പോൾ എ മൈനസ് എ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് ഡയഗണൽ എൻട്രീസ് ഒക്കെ 0 വരും. പിന്നെന്താണ് വരിക, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. അതൊന്നിക്കിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ വെച്ച് വെരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഈ ഒരു കേസിൽ ഡയഗണൽ എൻട്രീസ് 0 വന്നാൽ തന്നെ അത് ഡയഗണൽ മെട്രിക്സ് അല്ല, നോൺ സിംഗുലർ മെട്രിക്സ് ആയിരിക്കില്ല, സിമെട്രിക് മെട്രിക്സോ ആയിരിക്കില്ല. ആ രീതിയിൽ അത് എക്സാമ്പിൾ എടുത്ത് നോക്കിയാൽ മതി. ഇനി 63-ാമത്തെ ഈ മെട്രിക്സ് സിംഗുലർ ആണെങ്കിൽ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ, ഇപ്പോൾ ഈ മെട്രിക്സിനെ എന്ന് വിളിച്ചാൽ ഡിറ്റർമിനൻറ്റ് എന്ന് പറയുന്നത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്താൽ എക്സിൻ്റെ വാല്യൂ ഓപ്ഷൻ ബി -25/13 കിട്ടും.
ഇനി എം തന്നിട്ടുണ്ട്, അതിൻ്റെ ഇൻവേഴ്സ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോം നമ്മൾക്ക് ABCD ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഏത് രീതിയിലാണ് പറയുന്നത്, DA. നമ്മൾ ഡയഗണൽ എൻട്രീസ് റിവേഴ്സ് ചെയ്തിട്ട് ബാക്കി രണ്ട് എലമെൻറ്റ്സിന് നെഗറ്റീവ് കൊടുത്താൽ മതി, -B - C ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് എം. ഈ കണ്ടീഷൻ കൊടുത്താൽ ഓപ്ഷൻ D ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇനി 65ാമത്തതിൻ്റെ റാങ്ക് ആണ് ചോദിച്ചിട്ടുള്ളത്. റാങ്ക് 3 ആണ് വരുന്നത്. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് നോൺ സീറോ ആണ് വരുന്നത്. ഇനി 66ാമത്തേത് x+y+z = 0, അതായത് വെക്റ്റർ സ്പേസ് ആണ്. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ എമ്മും എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ m = n ആയിരിക്കും. ഇനി 67ാമത്തേത് BA of xy ആണ് കാണേണ്ടത്. BA of xy എന്ന് പറഞ്ഞാൽ A of xy ഡിഫൈൻ ചെയ്തത് നേരെ റിവേഴ്സ് ആണ്. ദാറ്റ് ഈസ് B of yx. ഈ രീതിയിലാണ് A ഡിഫൈൻ ചെയ്തത്. ഇനി B ഡിഫൈൻ ചെയ്യുന്നത് ഫസ്റ്റ് എലമെൻറ്റ് 0യും സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് കോർഡിനേറ്റ് ആയിട്ട് എടുക്കുകയാണ്. ദാറ്റ് ഈസ് 0y. അതാണ് ഓപ്ഷൻ A. ദെർഫോർ 67ൻ്റെ ആൻസർ ഓപ്ഷൻ A ആണ്. ഇനി 68ാമത്തേൻ്റെ റാങ്ക് നള്ളിറ്റി തിയറം ആ ഒരു പ്രകാരം നമുക്ക് ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ കിട്ടും. 69ാമത്തെ GCD കാണാൻ നമ്മൾ യുക്ലീഡിയൻ അൽഗോരിതമാണ് കാണുന്നത്. അപ്പോൾ 680ന് 196 വെച്ചിട്ട് നമ്മൾ യുക്ലീഡിയൻ അൽഗോരിതം കൊടുത്ത് പോവുക. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. 630ന് നമ്മൾക്ക് 196 × 3 + 42 എന്ന് എഴുതാം. ഇനി 196ന് 42 വെച്ചിട്ട് ഡിവിഷൻ അൽഗോരിതം കൊടുക്കുന്നു. 196ന് 42 × 4 + 28 എന്ന് എഴുതാം. ഇനി 42ന് 28ൽ കൊടുത്താൽ 42ന് 28 × 1 + 14 എന്ന് കൊടുക്കുക. ഇനി 28ന് 14ൽ കൊടുത്താൽ 14 × 2 + 0. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ. അപ്പോൾ 14 കറക്റ്റ് ആൻസർ ഓപ്ഷൻ B. Then n is the set of all positive integers such that n² + 1 is divisible by n+1. അപ്പോൾ അത് നമ്പേഴ്സ് എടുത്ത് വെച്ച് നോക്കിയാൽ മതി. 1 എന്ന് പറയുന്ന നമ്പർ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ ഒരു 2 സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പം ഓപ്ഷൻ B റോങ് ആയി. 3 സാറ്റിസ്ഫൈ ചെയ്യില്ല. അപ്പോൾ ഓപ്ഷൻ A റോങ് ആയി. 1 എന്ന് പറയുന്ന എലമെൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ C റോങ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ. ദെൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് കാണേണ്ടത്. സൊല്യൂഷൻ എന്ന് പറയുന്നത് A e⁻x + B e⁻2x ഈ രീതിയിലാണ് തന്നത്. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് m+1 ഈ രീതിയിലാണ് വരിക. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ m+1 × m-2. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, m² - m - 2 = 0. ദാറ്റ് ഈസ് ഓപ്ഷൻ D ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി ഓർത്തോഗണൽ ട്രാജക്ടറീസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓർത്തോഗണൽ ട്രാജക്ടറീസ് നമ്മൾ y² = 4ax ഡിഫറൻഷ്യേറ്റ് ചെയ്ത് Aൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് അത് Aൻ്റെ വാല്യൂ ഇൻ ടേംസ് ഓഫ് y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഓപ്ഷൻ C ആയിട്ട് കറക്റ്റ് ആൻസർ കിട്ടും. ഇനി 73ാമത്തെ പ്രിമിറ്റീവ് ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അത് ഓപ്ഷൻ B ആണ് വരുന്നത്. കംപ്ലീറ്റ് ഇൻ്റഗ്രൽ ചോദിച്ചിട്ടുണ്ട്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ q = 3p². ഒന്നുകിൽ ഈ ഓപ്ഷനിൽ zx = p കാണുക, zy = q കാണുക. എന്നിട്ട് ഈ കണ്ടീഷൻ ഏതാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഓപ്ഷൻ A തന്നെയാണ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ. ഇവിടെ zx എന്ന് പറയുന്നത് ഒന്നാമത്തെ കേസിൽ A ആണ്. zy അതായത് q എന്ന് പറയുന്നത് 3a² ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. q = 3p² എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ. ഇനി 75ാമത്തേതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. BAR കണ്ടെയ്ൻ ഇൻ എ ക്ലോസ്ഡ് ബോൾ സെൻറ്റേർഡ് അറ്റ് A എന്ന് പറയാം. അതുപോലെ BAR കണ്ടെയ്ൻസ് എ ക്ലോസ്ഡ് ബോൾ സെൻറ്റേർഡ് അറ്റ് A. ഈ രണ്ട് കണ്ടീഷനും എപ്പോഴും സാറ്റിസ്ഫൈഡ് ആവും. കാരണം നമ്മൾ BAR എന്ന് പറഞ്ഞാൽ സെൻറ്റർ Aയും റേഡിയസ് R ആണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ക്ലോസ്ഡ് ബോളിൻ്റെ ഉള്ളിൽ ക്ലോസ്ഡ് ബോൾ നമ്മൾക്ക് നമ്മൾ സെറ്റ് ഓഫ് ഓൾ x such that distance of A and x is less than or equal to R ഒട്ട ക്ലോസ്ഡ് ബോളായി. അപ്പോൾ ഈ ബോളിൻ്റെ ഉള്ളിൽ ഈ ഓപ്പൺ ബോൾ വന്നു. ഇനി ഇതിൻ്റെ റേഡിയസ് നമ്മൾക്ക് വീണ്ടും ചുരുക്കിയാൽ r/2 എടുത്താൽ ഇതേ രീതിയിൽ BAR കണ്ടെയ്ൻസ് എ ക്ലോസ്ഡ് ബോൾ എന്ന് പറയാം. അതായത് നമ്മൾക്ക് സെറ്റ് ഓഫ് ഓൾ x such that ഡിസ്റ്റൻസ് ഓഫ് x ആൻഡ് A ലെസ് ദാൻ ഓർ ഈക്വൽ ടു r/2 എടുത്താൽ അത് ഈ ബോളിൻ്റെ ഉള്ളിലായിരിക്കും. ഇപ്പോൾ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈഡ് ആവും. ദെൻ 76ാമത്തേത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ ഇൻ ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആർ
ഡി ഓഫ് എക്സ് വൈ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ട്രിവിയൽ മെട്രിക് ആണ് തന്നിട്ടുള്ളത്. 0 if x ഈക്വൽ ടു വൈ, 1 if x നോട്ട് ഈക്വൽ ടു വൈ. അപ്പോൾ 2 പോയിന്റ് ഈക്വൽ ആണെങ്കിൽ എപ്പോഴും ഡിസ്റ്റൻസ് 0 ആയിട്ടും ഡിഫറെൻ്റ് ആണെങ്കിൽ ഡിസ്റ്റൻസ് 1 ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഓപ്പൺ ബോൾ വിത്ത് സെൻറ്റർ 0 ആൻഡ് റേഡിയസ് 1 റിയൽ നമ്പർ ആണ് പറയുന്നത്. സെൻറ്റർ 0 ആൻഡ് റേഡിയസ് 1 ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിന് ഓപ്പൺ ബോൾ എന്ന് പറയുന്നത് റേഡിയസ് വരുന്നില്ല 0 മുതൽ. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ആര് മാത്രമേ ഉള്ളൂ, സിംഗിൾട്ടൺ സെറ്റ് 0 മാത്രമേ വരുള്ളൂ. ബാക്കി എല്ലാ കേസിൽ 1 വരുന്നില്ല. റേഡിയസ് 1 എടുത്താലും നമ്മൾ ഓപ്പൺ ആയിട്ടാണ് വരുന്നത്. ആ 1 അതിൽ ബിലോങ് ചെയ്യുന്നില്ല. ഓപ്പൺ ബോളാണ്, ഓപ്പൺ സെറ്റാണ് വരുന്നത്. അതുകൊണ്ട് ആ സെറ്റിൽ, ആ ഓപ്പൺ സ്ഫിയറിൽ സെറ്റ് 0 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി 77ാമത്തതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ടോവൺ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ് ഓഫ് യു സച്ച് ദാറ്റ് ഏതർ എക്സ് മൈനസ് യു ഈസ് ഫൈനൈറ്റ് ഓർ ഓൾ എക്സ്. സിമിലർലി ടോ ടു എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ് വി ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് മൈനസ് വി ഈസ് കൗണ്ടബിൾ. അതായത് ഫൈനൈറ്റ് ടോപ്പോളജി, കോ ഫൈനൈറ്റ് ടോപ്പോളജിയും കോ കൗണ്ടബിൾ ടോപ്പോളജിയാണ്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വരിക. ഇനി 78ാമത്തെ ഏതാണ് ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്? മെട്രൈസബിലിറ്റി എപ്പോഴും ഹെറിഡിറ്ററി പ്രോപ്പർട്ടി ആണ്. സെക്കൻഡ് കൗണ്ടബിലിറ്റി ഹെറിഡിറ്ററി പ്രോപ്പർട്ടി ആണ്. കണക്റ്റഡ്നെസ് എന്ന് പറയുന്നത്, കോമ്പാക്ട്നെസ് ഹെറിഡിറ്ററി പ്രോപ്പർട്ടി അല്ല, കണക്റ്റഡ്നെസ്സും ഹെറിഡിറ്ററി പ്രോപ്പർട്ടി അല്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇനി 79ാമത്തെ എവറി സെപ്പറബിൾ ടോപ്പോളജിക്കൽ സ്പേസ് ഈ സെക്കൻഡ് കൗണ്ടബിൾ, അത് കറക്റ്റ് ആണ്. എവറി സെക്കൻഡ് കൗണ്ടബിൾ ടോപ്പോളജിക്കൽ സ്പേസ് ഈ സെപ്പറബിൾ, അതും കറക്റ്റ് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി 80ാമത്തെ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ നമ്മൾ ഫൈനൽ ആൻസർ കീ കൂടെ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്ന് സോൾവ് ചെയ്യുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്.